ഇതിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ടായി. ജഡ്ജി ചെന്താമരയോട് അല്പസമയം മുൻപ് ചോദിച്ചു, മാനസിക പ്രശ്നമില്ലെന്ന് ജില്ലാ സൈക്കോളജിസ്റ്റ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ജഡ്ജിയോട് തിരിച്ച് ചെന്താമര ചോദിച്ചത് അതിന് തനിക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന് ആരാണ് പറഞ്ഞതെന്നുള്ളൊരു മറുപടിയാണ് ജഡ്ജിയോട് തിരിച്ച് ചെന്താമര ചോദിച്ചത്. ഇപ്പോഴും അത്തരത്തിലുള്ള പരാമർശങ്ങൾ ചെന്താമരയുടെ ഭാഗത്തു നിന്ന് തുടരുകയാണ്. കോടതിക്കകത്ത് നിന്ന് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ചെന്താമര കടന്നു പറയുന്ന രീതിയാണ്. തന്നെ വേണമെങ്കിൽ തൂക്കിക്കൊന്നോളൂ, എഴുതാൻ പറ്റുന്നതൊക്കെ എഴുതിക്കോളൂ, നിങ്ങൾക്ക് ഇങ്ങനൊരു അവസ്ഥ വരുമ്പോഴേ കാണാൻ കഴിയൂ എന്നുള്ളൊരു മറുപടിയാണ് വരുന്നത്. എനിക്ക് എൻ്റെ എതിരെ വന്നാൽ ഇതൊക്കെ തന്നെ ചെയ്യും എന്നുള്ളൊരു പരാമർശവും ചെന്താമരയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇപ്പോൾ മറ്റൊരു അപ്ഡേറ്റ് കൂടി വരുന്നുണ്ട്. 15-ാം തീയതിയാണ് ഈ കേസിലെ ശിക്ഷാവിധി ഉണ്ടാവുക. 15-ാം തീയതി ഈ കേസിൽ കോടതി ശിക്ഷ പറയും. ചെന്താമരയ്ക്ക് എന്താണ് ശിക്ഷ എന്നുള്ളതാണ് പറയുക. ഇപ്പോൾ ഈ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞതാ ചെന്താമര കോടതിയുടെ പുറത്ത് ഇരിക്കുകയാണ്. ചെന്താമരയെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി, മാനസിക പ്രശ്നം ഇല്ലല്ലോ ഇല്ല എന്ന് സൈക്കോളജിസ്റ്റ് റിപ്പോർട്ടുണ്ടെന്ന് കോടതി പറഞ്ഞപ്പോൾ മാനസിക പ്രശ്നമുണ്ടെന്ന് ആരാണ് പറഞ്ഞതെന്നുള്ള മറുപടിയാണ് ചെന്താമരയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഏതായാലും ഈ കോടതിക്കകത്തും വെല്ലുവിളി തുടരുകയാണ് ചെന്താമര. അതെല്ലാം തന്നെ അല്പസമയത്തിനുള്ളിൽ മുമ്പൊക്കെ തന്നെ എന്താണ് പറയാനുള്ളതെന്ന് കോടതി ചോദിച്ചപ്പോൾ കൈമെയ് മറന്ന് കോടതിയെ വെല്ലുവിളിക്കുന്ന ഒരു സമീപനമാണ് ചെന്താമരയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഏതായാലും ഈ കേസിൽ കുറ്റക്കാരനാണ് ചെന്താമര എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ശരി, ഇപ്പോൾ കോടതിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ചെന്താമരയെ പുറത്ത് ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ കോടതിയുടെ പുറത്തു നിന്നുള്ള ദൃശ്യങ്ങൾ കാണുന്നു. കോടതിയിൽ അത്യന്തം നാടകീയമായ സംഭവങ്ങൾ. പ്രതിയോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് കോടതിക്ക് മുന്നിൽ ഇപ്പോൾ ഈ പ്രതിയായ ചെന്താമര പറയുന്നത്. 15-ാം തീയതി, ഇന്ന് 13-ാം തീയതിയാണ്, ബുധനാഴ്ചയായിരിക്കും ചെന്താമരയ്ക്കുള്ള ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നത്. അവിടെ നിന്ന് 4 എന്നൊക്കെ കൈകൊണ്ട് കാണിക്കുന്നുണ്ട്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നറിയില്ല. കൈ ഉയർത്തി ഈ മാധ്യമപ്രവർത്തകരൊക്കെ പുറത്താണുള്ളത്, അങ്ങോട്ടേക്ക് നോക്കിയാണ് അയാളുടെ ഇപ്പോൾ കൈകൊണ്ടൊരു ആക്ഷൻ കാണിച്ചത്. ഒരു കുടുംബത്തിലെ 3 പേരെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ചെന്താമര. അതിൽ ആദ്യ കേസിൽ ശിക്ഷ അനുഭവിക്കുന്നതിനിടെ ജാമ്യത്തിലിറങ്ങി ആ കുടുംബത്തിലെ തന്നെ 2 പേരെ കൂടി ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ പ്രതിയാണ് ഇയാൾ. ഇപ്പോൾ കോടതിയിലെ നടപടിക്രമങ്ങൾക്ക് ശേഷം ചെന്താമരയെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. കോടതിയിൽ ജഡ്ജിയോട് എന്തൊക്കെയാണ് ഇയാൾ പറഞ്ഞതെന്ന് നമ്മൾ കേട്ടുകഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അയാൾ എന്തും പറയും, എങ്ങനെയും പ്രവർത്തിക്കും എന്നതാണ്. മാനസിക പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ സാധാരണഗതിയിൽ ഏതൊരാൾക്കും തോന്നാം ഇയാൾക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, അതുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് സ്വാഭാവികമായും തോന്നിയേക്കാം. പക്ഷെ അല്ല, വിശദമായ പരിശോധനയിൽ മാനസികമായി ഇയാൾക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല. അത് കോടതി സൂചിപ്പിച്ചു. മാനസിക പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണല്ലോ റിപ്പോർട്ട് എന്ന് പറഞ്ഞപ്പോൾ അതിനാരാണ് എനിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞത് എന്നതായിരുന്നു കോടതിയോടുള്ള ഇയാളുടെ മറുചോദ്യം. അങ്ങനെ വളരെ വളരെ കൗതുകകരമായൊരു കേസാണ്. കോടതി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരിക്കൽ കൂടി കേൾക്കുന്നത് കൗതുകകരമായിരിക്കും. തന്നെ തൂക്കി കൊന്നാലും കുഴപ്പമില്ല എന്നാണ് ചെന്താമര ഈ വിഷയത്തിൽ എടുത്ത നിലപാട്. വേണ്ടി വന്നാൽ മറ്റുള്ളവരെയും കൊല്ലുമെന്ന് ഇയാൾ കോടതിയിൽ പറഞ്ഞു. കുറ്റം ചെയ്തിട്ടുണ്ടല്ലോ എന്ന് കോടതി ചോദിച്ചപ്പോൾ ഒരു ചെകിടത്ത് അടിച്ചാൽ മറ്റേ ചെകിടും കാണിച്ചു കൊടുക്കാൻ താൻ ഗാന്ധിജിയല്ല എന്നതായിരുന്നു അയാളുടെ പരാമർശം. കോടതിയിലും വെല്ലുവിളി തുടർന്നു. നേരത്തെ ഈ വിചാരണക്കിടെ ഇയാളെ കോടതിയിൽ ഹാജരാക്കുമ്പോഴൊക്കെ കോടതി വളപ്പിൽ വെച്ച് ഇയാൾ വെല്ലുവിളി നടത്തിയിരുന്നത് എൻ്റെ കുടുംബം ഇല്ലാതാക്കിയ എല്ലാവരെയും ഞാൻ കൊല്ലും, എല്ലാവരെയും ഇല്ലാതാക്കുമെന്നതായിരുന്നു പറഞ്ഞിരുന്നത്. ഇന്ന് കോടതിയിൽ തുടർന്ന വെല്ലുവിളി എഴുതാൻ പറ്റുന്നത് എഴുതി വെച്ചോ എന്നതായിരുന്നു ജഡ്ജിയോടുള്ള വെല്ലുവിളി. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നാലേ അറിയൂ, എൻ്റെ വഴിയിൽ തടസ്സം നിന്നാൽ ഞാൻ ഇനിയും ഇങ്ങനെ തന്നെ പെരുമാറും എന്ന വെല്ലുവിളി കൂടി കോടതിക്ക് മുന്നിൽ ഇയാൾ ഉയർത്തിയിരിക്കുകയാണ്. ശരി, കോടതിയിലെ നടപടിക്രമങ്ങൾ പൂർത്തിയായിരിക്കുന്നു.